നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എല്ലാ ആളുകളും കാത്തിരുന്നത്, ആഗോള മാർക്കറ്റ് എല്ലാം തന്നെ കാത്തിരുന്നത് ഇന്നലെ US നിന്ന് പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ വന്നു. ആദ്യം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് തന്നെ നമുക്ക് പോകാം. ന്യൂസ് ഹെഡ്ലൈൻസിൽ ആദ്യം കാണുന്നത് ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ ഫെഡറൽ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് അത് ഹോൾഡ് ചെയ്തു എന്ന് മാത്രമല്ല 3 റേറ്റ് കട്ട് ഈ ഒരു വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് US മാർക്കറ്റിനെ സംബന്ധിച്ച്. US മാർക്കറ്റ് ഇന്നലെ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഗംഭീരമായി റാലി ഇന്നലെ നടത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവാണ്. കാരണം US നിന്നുള്ള ആ ഒരു ന്യൂസ് ആണ് ഏഷ്യൻ മാർക്കറ്റിനെ ഇപ്പോൾ പോസിറ്റിവിറ്റിക്ക് കാരണം. യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. എന്താണ് നമ്മളുടെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ ADR സ്റ്റോക്കുകൾ, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ഇന്ത്യയിലെ പല കമ്പനീസും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു, പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റി ഇപ്പോൾ നമ്മളുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 100 പോയിൻ്റ് മുകളിലാണ്. അതായത് നമുക്ക് ഇന്ന് ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ന്യൂസാണുള്ളത്. കൂടാതെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,200 പെർ ഔൺസ് എന്ന നിലയിലേക്ക് അത് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കാത്തിരുന്നൊരു ന്യൂസായിരുന്നു, പോസിറ്റീവായിട്ടുള്ള ന്യൂസായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്, US മാർക്കറ്റ്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ്, ഈവൻ ഗോൾഡ്, ബിറ്റ്കോയിൻ, അതെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ട്രേഡിങ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഇന്ത്യയിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 2,599 കോടി രൂപക്ക് സെല്ലാണ് നടത്തിയിട്ടുള്ളത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,667 കോടി രൂപയുടെ ബൈയിങ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലൈം ലൈറ്റിലുള്ള അല്ലെങ്കിൽ ഇന്ന് ചർച്ചകളിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് RVNL എന്ന് പറയുന്ന റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്ന കമ്പനിയാണ് RVNLന് 167 കോടി രൂപയുടെ ഓർഡർ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടി എന്നുള്ളതാണ്. ക്രോംപ്ടൺ കമ്പനി ഹരിയാനയിൽ നിന്ന് അവർക്ക് പുതിയ വാട്ടർ പമ്പിംഗ് സിസ്റ്റത്തിൻ്റെ 4ാമത്തെ ഓർഡർ തുടർച്ചയായിട്ട് കമ്പനിക്ക് കിട്ടി. സാസ്കൻ ടെക്നോളജി കമ്പനി ഇവർ അനൂപ് സിലിക്കൺ സർവീസിലെ 60% സ്റ്റേക്കുകൾ, അല്ലെങ്കിൽ അനൂപ് സിലിക്കൺ സർവീസിൽ ഇവർ ഏകദേശം 60% നിക്ഷേപം നടത്തി. PB ഫിൻടെക് കമ്പനി Paytm ആണ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് റാലി രേഖപ്പെടുന്നുണ്ട്. ആദ്യത്തെ ഒരു 3 ദിവസം അത് അപ്പർ സർക്യൂട്ടായിരുന്നു. ഇന്നലെയും അല്ലെങ്കിൽ മിനിഞ്ഞാന്നൊക്കെ നിഫ്റ്റി ഇടിഞ്ഞപ്പോൾ PB ഫിൻടെക് അതല്ലെങ്കിൽ Paytm കമ്പനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. Paytmന് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കൊടുത്തു എന്നുള്ളതാണ്. കൂടാതെ തന്നെ Paytm സ്വന്തമായിട്ട് അവരുടെ Paytm പേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വിദേശത്തിലും ഇന്ത്യയിലും ഉള്ള ഈ ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് RBI പെർമിറ്റും കൊടുത്തു എന്നുള്ള ന്യൂസാണ് Paytmനെ സംബന്ധിച്ചുള്ളത്. ക്രിസ്റ്റൽ ഇൻറ്റിഗ്രേറ്റഡ് സർവീസ് കമ്പനി ഇവർ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. NSEയിലും BSEയിലും IPOയിലുള്ള കമ്പനിയായിരുന്നു. 715 രൂപയായിരുന്നു പെർ ഷെയറിന് അവർ പ്രഖ്യാപിച്ചിരുന്നത് IPO സമയത്ത്. അപ്പോൾ ഇത് കിട്ടി ലോട്ടറി അടിച്ച ആളുകളെല്ലാം തന്നെ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുക. JSW ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. JSW ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസമാണ് ചൈനയിലെ MG മോട്ടോഴ്സായിട്ട് സഹകരിച്ച് ഇന്ത്യയിൽ കാറ് നിർമ്മാണം നടത്തുമെന്നുള്ള ന്യൂസ് പറഞ്ഞിരുന്നത്. ഇന്ന് വോക്സ് വാഗനായിട്ട് സഹകരിച്ച് EV കാറുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇരു കമ്പനികളും ധാരണയായിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. ടോറൻറ്റ് പവർ കമ്പനി SPV കമ്പനീനെ പൂർണ്ണമായിട്ടും അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. എയറോഫിക്സ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. ജുപ്പിറ്റർ വാഗൺ കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ റോളിംഗ് സ്റ്റോക്ക് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവർ കോൺട്രാക്ടർസ് എന്ന് പറയുന്ന കമ്പനീനെ അക്യൂർ ചെയ്തത്. ഇതുവഴിയാണ് കമ്പനിക്ക് ഈ ഒരു നേട്ടം കൈവരിച്ചത്. GE പവർ കമ്പനി
8 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. JR ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനി ഇവർക്ക് പുതിയ ഒരു കണ്ടെയ്നർ ഡിപ്പോട്ടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ കിട്ടി. സഫയർ ഫുഡ് JPPL ആയിട്ട് കമ്പനിയുടെ ഒരു മെർജ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അംഗീകാരം കൊടുത്തു. ഡോംസ് ഇൻഡസ്ട്രീസ് കമ്പനി സ്കിഡോ ഇൻഡസ്ട്രീസിൻ്റെ 50% സ്റ്റേക്ക് ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. ടെക്സ്മോ പൈപ്പ് കമ്പനി വെങ്കടേഷ് ഇൻഡസ്ട്രീസിന് 50% അക്യൂർ ചെയ്തു. CFF ഫ്ലൂയിഡ് കൺട്രോൾ കമ്പനി പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, 3 കോടി രൂപയുടെ ഓർഡർ. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടാവും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ ഇന്നത്തെ FNO ബാൻ തുടങ്ങി ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ എന്ന് ഉദ്ദേശിച്ചത് 4 സ്റ്റേജുകളിലായിട്ട് സ്റ്റോക്കുകളെ തരംതിരിച്ചിട്ടുണ്ട്. ലോങ് ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ്, അതല്ലെങ്കിൽ ലോങ് അൺവൈൻഡിങ്, അങ്ങനെ 4 രീതിയിലുണ്ട്. അത് എന്താണ് അതിൻ്റെ കൃത്യമായ മീനിങ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ബ്രേക്കൗട്ട് സ്റ്റോക്കുകളുടെ മീനിങ് മനസ്സിലാക്കുക. ബ്രേക്കൗട്ട് സ്റ്റോക്കുകളിൽ ബ്രേക്കൗട്ട് നടത്തുക എന്ന് അർത്ഥം പൊതുവേ നമ്മൾ കേട്ടിരിക്കുന്നത് സ്റ്റോക്ക് ബ്രേക്കൗട്ടാണോ എന്നാൽ പിന്നെ സ്റ്റോക്ക് പറക്കുമെന്നുള്ളതാണ്. പക്ഷേ 4 തരത്തിലുള്ള ബ്രേക്കൗട്ട് ഉണ്ട്. 4 രീതിയിലാണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പല അറിവില്ലായ്മ കൊണ്ടും നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റ് തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം US വിക്സ് 3.7% ഒരു ഫോൾ ഉണ്ടായി, 10.8. ആദ്യമായിട്ടാണ് US വിക്സ് ഇത്ര താഴ്ന്നത്. നാസ്ഡാക്ക് 1.5% റാലി, ഡോ 1% റാലി. ഇന്ത്യ വിക്സും ഇന്നലെ 4.5% ഫോൾ ഉണ്ടായി, 13.4 അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് ഡാക്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, മറ്റത് ഫ്ലാറ്റായിരുന്നു. ബിറ്റ്കോയിൻ ഒരു ബ്രേക്കൗട്ട് നടത്തി $4,478 ഉയർന്ന് 67,746 എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് കാണാം, $2,200 മറികടന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളതാണ്. വൈകിട്ട് കൂടുതൽ നിഫ്റ്റിയിൽ കോൾ സൈഡിലാണ് കോൾ ഷോർട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 100 പോയിൻ്റ് ഓൾറെഡി ഉയർന്നു കഴിഞ്ഞു നിഫ്റ്റി. അപ്പോൾ ഓൾറെഡി തന്നെ കോൾ ഷോർട്ട് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തേക്കില്ല എന്നും ചിന്തിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. മാർക്കറ്റിൽ 2 വിഭാഗം ആളുകളുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളും അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞേക്കാം എന്നുള്ള ചിന്തിക്കുന്ന ആളുകളും. അപ്പോൾ ഇടിഞ്ഞേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ മാർക്കറ്റിനെ ഓൾറെഡി ഷോർട്ട് സെല്ല് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ മാർക്കറ്റ് റാലി ചെയ്യുമ്പോൾ ഇവർക്ക് ആ ഒരു ഷോർട്ട് സെൽ പൊസിഷൻ ലോസ് വരികയും ഇവർക്ക് ആ കൂടുതൽ ലോസ് വരാതെ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എക്സിറ്റ് ചെയ്യുന്നത് ഒരു ബൈ എൻട്രി ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ആൾ.